എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉപ്മാവാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇത് മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ടാണ് ഈ ഉപ്മാവ് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഉപ്മാവാണിത്. അപ്പോൾ ഇത് ബാച്ചിലേഴ്സിനും അതുപോലെ നല്ല തിരക്കുള്ള ദിവസങ്ങളിലുമൊക്കെ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഉപ്മാവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ചേരുവകളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 6 ചെറിയ ഉള്ളി വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക്, ഒരു വളരെ ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇത്രയുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഒരു മൈക്രോവേവ് സേഫായിട്ടുള്ള ഒരു ബൗളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിന് പകരം വെളിച്ചെണ്ണ ആയാലും മതി. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരുന്ന എല്ലാ ചേരുവകളും ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് മൈക്രോവേവ് ഓവനിലേക്ക് വെക്കാം. ഞാനിത് 2 മിനിറ്റാണ് സെറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ ഈ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് വഴന്നു വരാൻ വേണ്ടിയിട്ടാണ് ഈ 2 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉപ്മാവാണിത്. ഇതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം പാകത്തിന് നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് റവയാണ് ഞാൻ ചേർക്കുന്നത്. റവ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വറുക്കാത്ത റവയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ മൈക്രോവേവ് ഓവനിൽ വെച്ച് തന്നെയാണ് ഇതൊന്ന് വറുത്തെടുക്കുന്നത്. ഇപ്പോൾ ഈ ചേർത്തിട്ടുള്ള 1.5 കപ്പ് റവയും നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. വീണ്ടും ഇത് 2 മിനിറ്റാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഈ 2 മിനിറ്റ് കൊണ്ട് തന്നെ റവ നല്ല പാകത്തിന് വറുത്ത് കിട്ടും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. 1.5 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങളിപ്പോൾ 1 കപ്പാണ് റവ എടുക്കുന്നതെങ്കിൽ 1 കപ്പ് തന്നെ വെള്ളം ചേർത്താൽ മതിയാകും. ഇതിപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് വേണം ഇനി കുക്ക് ചെയ്യേണ്ടത്. ഞാനിതൊരു 5 മിനിറ്റാണ് ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 5 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്മാവ് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മൾ സാധാരണ പാനിലൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഉപ്മാവ് തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് അല്പം നെയ്യാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ നെയ്യാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. നെയ്യ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിനു മുമ്പ് പാനിലൊക്കെ തയ്യാറാക്കുന്ന സാധാരണ ഉപ്മാവിൻ്റെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കൂടി ഒന്ന് കാണാവുന്നതാണ്. നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്